നാടെങ്ങും വലിയ പ്രതിഷേധമാണ് തിരുവനന്തപുരയിലെ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തകർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് നീക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് ABVP നടത്തിയ മാർച്ചാണ് സംഘർഷഭരിതമായത്. പലതവണ ജലപീരങ്കി പ്രയോഗവും ഉണ്ടായി. ലാത്തിചാർജും ഉണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. റോഡ് ഉപരോധവും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നിലവിലുണ്ടാവുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ABVP പ്രവർത്തകർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷഭരിതമായി. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. ലാത്തിചാർജുണ്ടായി. തുടർന്ന് റോഡ് ഉപരോധിക്കാനുള്ള ശ്രമമാണ് ABVP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിർബന്ധപൂർവം പ്രവർത്തകരെ പോലീസ് വാഹനത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് നിലവിലുണ്ടാകുന്നു. വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ആനന്ദൻ, സ്ഥലത്തു നിന്ന് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത്? മോത്തി, ഒരു പോലീസും ABVP പ്രവർത്തകരും തമ്മിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി. ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതിനിടയിൽ മറ്റൊരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക്, നോർത്ത് ഗേറ്റിന്റെ മുന്നിലേക്ക്, ബാരിക്കേഡിന് മുന്നിലേക്ക് പ്രകടനമായി എത്തിയിട്ടുണ്ട്. അവർ വീണ്ടും അവിടെ പ്രതിഷേധം ഉയർത്തുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് ABVP സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള അപജയം, അതിനൊപ്പം തന്നെ ഇന്നലെ തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ സർക്കാർ അനാസ്ഥ, അതിൽ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണം എന്ന ആവശ്യങ്ങൾ അടക്കം ഉന്നയിച്ചുകൊണ്ടാണ് ABVP പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ആദ്യം മാർച്ച് സമാധാനപരമായിരുന്നു. കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു, നേതാക്കൾ പ്രസംഗിച്ചു. അതിനുശേഷം ബാരിക്കേഡ് ഇളക്കി മാറ്റാൻ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായി. 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗിച്ച സമയത്ത് ഈ ജലപീരങ്കിക്ക് നേരെ പ്രതിഷേധം ഉണ്ടായി. ആ സമയത്താണ് പോലീസ് ലാത്തി വീശിയത്. ചിതറിയോടിയ പ്രവർത്തകർ MG റോഡ് ഉപരോധിച്ചു. അതിനിടയിൽ സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്ത് വാഹനത്തിലേക്ക് മാറ്റിയത് വീണ്ടും സംഘർഷത്തിനിടയാക്കി. അത് പ്രതിരോധിച്ചപ്പോഴാണ് പ്രവർത്തകരെയെല്ലാം ബലം നീക്കം ചെയ്യുന്ന നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ഏതാണ്ട് 50ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ നന്ദാവനം പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനിയും വിദ്യാർത്ഥികൾ ഇവിടെ പ്രതിഷേധവുമായി ഉണ്ട്. പെൺകുട്ടികളടക്കമുള്ള പ്രവർത്തകർ ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റിന് മുന്നിൽ കുത്തിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അവർക്ക് നേരത്തെ ജലപീരങ്കി പ്രയോഗമുണ്ടായി. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ഇടയിൽ പോലീസിന് ആദ്യഘട്ടത്തിൽ ലാത്തി വീശേണ്ട സ്ഥിതിയുമുണ്ടായി. വലിയ ബാനറുമായി ഈ ബാരിക്കേഡിന്
മുകളിൽ ഇരുന്നു കൊണ്ടാണ് അവരുടെ പ്രതിഷേധം. ഏതായാലും വിദ്യാർത്ഥികളെ പൂർണ്ണമായും നീക്കം ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇനിയും പ്രവർത്തകർ ഇവിടെ ഉണ്ട്. പെൺകുട്ടികളടക്കമുള്ള പ്രവർത്തകർ ഇവിടെ എം ജി റോഡിൽ പ്രവർത്തിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അവർ പക്ഷെ ഗതാഗതം തടഞ്ഞുകൊണ്ടല്ല, ഗതാഗതം തടഞ്ഞുകൊണ്ട് മനുഷ്യനെപ്പോൾ ജീവിക്കാം, പ്രതിഷേധം പ്രതിഷേധം എൻട്രൻസ് അട്ടിമറിച്ച കാട്ടുകള്ളി ആർ ബിന്ദു രാജിവെക്കണം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ നയങ്ങളിൽ മാറ്റം വരുത്തിയതിൽ സമീപനം മോശമാണ് തുടങ്ങി വിവിധ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ആരോപിച്ചുകൊണ്ടാണ് ABVP പ്രവർത്തകർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഒപ്പം തേവലക്കരയിലെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടും അനാസ്ഥയുണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടായത്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു.